ഹലോ, ഇതാണ് നമ്മൾ ബെൽജിയത്തിൽ താമസിച്ച ഞങ്ങളുടെ വീട്. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീടാണ് കേട്ടോ. താഴത്തെ ഒരു നിലയിൽ നമ്മുടെ ലിവിങ് റൂമും കിച്ചണും ഉണ്ട്. മേലെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴത്തേക്കും സൈഡിലായിട്ട് വാഷ്റൂമുണ്ട്. അതിൻ്റെ മേലെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിക്കിലായിട്ട് നമ്മുടെ റൂമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഹോസ്റ്റ് ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെയൊക്കെ ഏതൊരു കോർണർ എടുത്താലും ആ കോർണറിലെ ഒരു ഡെക്കറേഷൻ നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ളതായിരുന്നു കേട്ടോ. കുറേ ടോയ്സും കോമിക് ബുക്സും ഒക്കെ വച്ച് അലങ്കരിച്ചിട്ടുള്ളൊരു വീടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഹോസ്റ്റും അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി ഞങ്ങളെ അടുത്തുള്ളൊരു DJക്കൊക്കെ കൊണ്ടുപോയി, വാക്കിന് കൊണ്ടുപോയി. പുള്ളിക്കാരിയുടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഹലോ, വെൽക്കം ടു ഡേ 2 ഓഫ് ബെൽജിയം. നമ്മളിപ്പോൾ ക്യാപ്പലൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ. അതെ, ഇന്ന് ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ആദ്യം ആന്റ്വെർപ്പിൽ പോകും. അവിടുന്ന് ബ്രൂഷ് ആൻഡ് ദെൻ ഗെന്റ്. അടിപൊളി സംഭവമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. യാത്ര രണ്ട് ട്രെയിൻ മാറേണ്ട ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ നേരെ ബ്രസൽസ് പോയിട്ട് വേണം. അതെ, ആന്റ്വെർപ്പിൽ നിന്ന് ബ്രസൽസ് പോയിട്ട് വേണം അവിടെ നിന്ന് ബ്രൂഹയും ഗെന്റും ഒക്കെ പോകാൻ. ചുറ്റിയാണ് പോകുന്നത്. ട്രെയിൻ നല്ല സ്പീഡാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നെല്ലാം നടക്കും. ഇവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചീപ്പാണ് കേട്ടോ. കാരണം വീക്കെൻഡ്സിൽ എസ്പെഷ്യലി ബ്രൂഹയിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് വീക്കെൻഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതൊക്കെ 50% ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അറൗണ്ട് 40 യൂറോസേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആന്റ്വെർപ്പ് സെൻറ്ററിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻസ് വരുന്നത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്രാവശ്യം എല്ലാ ടിക്കറ്റ്സും ബുക്ക് ചെയ്തിരിക്കുന്നത്, ട്രെയിൻ ടിക്കറ്റ്സും ബുക്ക് ചെയ്തിരിക്കുന്നത് ബെൽജിയൻ ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൽ കൂടെയാണ്. ആപ്പല്ല, ആക്ച്വലി ഒരു വെബ്സൈറ്റാണ്. അതിലൂടെ നമുക്ക് ഫുൾ പ്ലാൻ ചെയ്യാം കേട്ടോ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഏത് ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ വരും എന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു ആപ്പ്. നല്ലോണം ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും പറ്റും. ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമാണ് നമ്മൾ ഇത്രയും കൂടുതൽ ബൈസൈക്കിൾ പാർക്കിങ്സും കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ എയർബിഎൻബിയിലെ ആ ഒരു ലേഡിയാണ് കേട്ടോ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ ഫുൾ നമ്മളെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കണ്ടുപിടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ടിക്കറ്റ്സ് കിട്ടും. സെക്കൻഡ് ക്ലാസ് എടുത്താൽ മതി, വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതാണ് കൂടുതൽ ചീപ്പറായിട്ടുള്ളതും പിന്നെ കൂടുതൽ കൺവീനിയൻറ്റും അത് തന്നെയാണ്. മറ്റേ ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ സെക്കൻഡ് ക്ലാസ് തന്നെ പൊളിയാണ്, കണ്ടില്ലേ? ഇതേപോലെയാണ് ആൾക്കാരിരിക്കുന്നത്. സെക്കൻഡ് ക്ലാസ്, ഇതാണ് സെക്കൻഡ് ക്ലാസ്. പിന്നെ AC ആണല്ലോ. ഇവിടുത്തെ AC ചൂടാക്കുന്നതാണ്. ഇവിടുത്തെ AC നല്ല ചൂടുണ്ട്. ഇതിന്റെ ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. റിലാക്സ് ചെയ്ത് ഇരുന്ന് പോവാം. അങ്ങനെ നമ്മൾ ബ്രസൽസിലെത്തി. ബ്രസൽസിൽ നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ബ്രൂഹിലോട്ട് പോവുകയാണ്. അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിനിലൊക്കെ കയറുന്നത്. അങ്ങ് ഭയങ്കര ലക്ഷറി ആയിട്ട് തോന്നി. ബെൽജിയത്തിൻ്റെ കൺട്രി സൈഡിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് നല്ല നിരപ്പായിട്ടുള്ള വാസ്റ്റായിട്ടുള്ള പച്ച ഫീൽഡ്സാണ് കേട്ടോ. ഇവിടെ കൂടുതലും പുല്ലാണ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ കാറ്റൽ റെയറിങ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതായത് പശുക്കളും ഷീപ്സും ഗോട്ട്സും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പൊട്ടറ്റോസും സീരിയൽസും ഒക്കെ ഗ്രോ ചെയ്യുന്നതാണ് കേട്ടത്. പിന്നെ നമ്മൾ ഈ വാസ്റ്റ് ഫീൽഡ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിറയെ കുട്ടി വീടുകൾ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. കാരണം എല്ലാം ഓൾമോസ്റ്റ് ഒരേ ഷേപ്പായിരിക്കും, ഒരേ കളർ കോമ്പിനേഷൻസ് ആയിരിക്കും. മേലെ ഒന്നേൽ ആ ഒരു ബ്രിക്കിൻ്റെ കളറ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ. നല്ല രസമാണ് കേട്ടോ അങ്ങനെ യൂണിഫോം ആയിട്ട് നിൽക്കുന്ന കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ കണ്ടത് മിക്ക വീടിൻ്റെ മേലെ സോളാർ പാനൽസ് വെച്ചിട്ടുണ്ട്. അവരവരുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത് ഒരു അടിപൊളി ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ശരിക്കും നമ്മുടെ ഈ തീപ്പെട്ടി കൂട് കൊണ്ടോ അല്ലെങ്കിൽ ലേഗോസോ ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കളി വീടുകൾ പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും കാർട്ടൂണിലൊക്കെ കാണുന്ന വീടുകൾ പോലെ ഉണ്ട് കേട്ടോ.
നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൂടുതലും കാറ്റൽ റെയറിങ് ആണ്. അപ്പോൾ വലിയ ഫാംസിൻ്റെ നടുക്ക് ഒരു വലിയ ബാൺ കാണാം കേട്ടോ, ഈ കുതിരകളെയും പശുക്കളെയും ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ചുറ്റും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് പശുക്കൾക്കുള്ള പുല്ലുകളും പിന്നെ എൻ്റെ അടുക്കത്ത് തന്നെ അരുവികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഘെൻറ്റിലേക്കുള്ള സ്റ്റോപ്പ്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. തിരിച്ചു വരുമ്പോൾ സമയമുണ്ടെങ്കിൽ ഘെൻറ്റും കൂടെ കണ്ടിട്ട് തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ ബ്രൂ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്ത ഡബിൾ ഡെക്കർ ട്രെയിൻ. അങ്ങനെ ബ്രൂ എത്തി. ഇനി നേരെ പോകുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിശപ്പുണ്ട്. രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നാലും നല്ല വിശപ്പുണ്ടാവുമല്ലോ. നമ്മൾ ബ്രസൽസിലെ എയർപോർട്ട് ഇറങ്ങിയത് തൊട്ട് ഒരു കട കാണുന്നുണ്ട് കേട്ടോ, ഈ പാനോസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിന്നലെ ആൻഡ്വാപ്പിലും കണ്ടു, ദേ ഇപ്പോൾ ബ്രൂഹയിലും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ പാനോസ് തന്നെ കടയിൽ കയറി ആൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. 2 പൈ മേടിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പനീനിയും ഒക്കെ മേടിച്ചിട്ടുണ്ട്. നോക്കാം. ഇതാണ് നമ്മുടെ ഫലാഫൽ പനീനി വിത്ത് മാംഗോ ചട്നി. ഇതുണ്ട് ഇതിനകത്ത്. വാവ് മാംഗോ ചട്നിയും ഫലാഫലും ഉള്ളിയും സ്പ്രിംഗ് ഒനിയനും പിന്നെ എന്തോ ചട്നി പോലെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിച്ചു വെക്കാം. സോറി, ആള് ആദ്യം തന്നെ കഴിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ട് പറഞ്ഞു? അവിയൽ മാംഗോയുടെ ടേസ്റ്റ് ഉണ്ടോ? മാംഗോ ചട്നിയാണ് വെച്ചേക്കുന്നത്. ഉണ്ടോ? ചിക്കനാണോ ഫലാഫിൽ അതിനകത്ത്? നല്ല വിശപ്പുണ്ടല്ലേ? ഒരു മധുരവും കൊഴുപ്പും ഒരു മാങ്ങ പുളിശ്ശേരി കഴിക്കുന്നൊരു ശരിക്കും മാങ്ങ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ? മാങ്ങ പുളിശ്ശേരിയും ചമ്മന്തിയും കൂടെ. അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഹാം കാസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ബ്രെഡിനകത്ത് പോർക്ക് വെച്ചതാണെന്നാണ് തോന്നുന്നത്. പോർക്കും ചീസും ഉണ്ട്. നല്ല ചീസിയാണ്. ചീസെല്ലാം പൊരിഞ്ഞിരിപ്പുണ്ട് ഇതിൻ്റെ മുകളിൽ. സംഭവം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പപ്സ് തന്നെ, പപ്സിനകത്ത് ഹാം വെച്ചിട്ടുണ്ട്. നല്ല ബട്ടറി ടേസ്റ്റ് ഉണ്ട്. നല്ലോണം ചീസ് വെച്ചിട്ടുണ്ട്. അടിപൊളി. അതൊന്ന് കാണിച്ചേ. അവിടെ പപ്സിന്റെ ചീസുണ്ട്. നല്ല അടിപൊളി പപ്സ്. അടുത്ത നമ്മുടെ റൂബാർബിന്റെ ടാർട്ടാണ് കേട്ടോ. റൂബാർബ് നമ്മൾ കണ്ടല്ലേ, ഒരു റെഡ് സ്റ്റിക്ക് പോലത്തെ ഒരു വലിയൊരു വെജി, അത് വെച്ചിട്ട് ഉള്ളൊരു ടാർട്ടാണ്. ഹലോ, സ്വീറ്റാണ് സംഭവം. അറിയത്തില്ല കേട്ടോ, കഴിച്ചുവിടാം. നല്ല സ്വീറ്റാണ്. കസ്റ്റർഡും റൂബാർബും എല്ലാം കൂടെ ഒരു മധുരമാണ്. ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ആപ്പിൾ കേക്കാണ്. കണ്ടു കഴിഞ്ഞാൽ പൈനാപ്പിൾ അരിഞ്ഞിട്ടേക്കുന്നുണ്ട്, പക്ഷെ ഇത് ആപ്പിളാണ്. ചെറിയ പഞ്ചസാര പൊടി എന്തോ വിതറി തണുത്ത സംഭവം തന്നെയാണ്. ഒരുപാട് തണുപ്പാലും തണുത്തിരിക്കുകയാണ്. ചൂടാക്കിയാണ് നല്ലത് കഴിക്കുന്നത്. മധുരം ആയിരിക്കണം. കസ്റ്റാർഡും ആപ്പിളും കൂടെ. റൂബാർബിന്റെ വേറെ സെയിം ഒരു സ്വീറ്റ് ലെവലാണ്. ഒരുപാട് മധുരമൊന്നുമില്ല. പാനോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ക്വിക്ക് ബൈറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ചീപ്പായിട്ട് ഉള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പാനോസ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിപ്പം
4 സാധനം എടുത്തത് ഇപ്പോൾ 13 യൂറോ ആയിട്ടുള്ളൂ. 4 സാധനം കൂടി കൊള്ളാം. ഒരു പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോയി കറങ്ങുകയും ചെയ്യാം. അങ്ങനെ ബ്രൂഷിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത് എങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബ്രൂഷ് സ്റ്റേഷൻ. അവിടെ ഇതുണ്ടോ നമ്മുടെ സൈക്കിൾ റിക്ഷ പോലെ. അവന് ടാക്സിയാണ് ഇവിടുത്തെ. ആൾക്കാർ അതിനകത്ത് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് കയറുന്നുണ്ട്. 2 പേർക്ക് ഇരുന്ന് പോകാന്നുള്ളൊരു സാധനം കേട്ടോ. പിന്നെ ഇവിടെ തന്നെ അടുത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ്സുകൾ വരുന്നു പോകുന്നു. അത് ഈ റിക്ഷയാണ്, ചവിട്ടുകയും ചെയ്യാം. അതിന് മോട്ടറും ഉണ്ട്. ബാറ്ററി തീരുമ്പോ പുള്ളി ചവിട്ടിയാൽ മതിയെന്ന് തോന്നുന്നു. അപ്പൊ ബാറ്ററി ചാർജ് ആകുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ മൊത്തം വോഫിൾസ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ബെൽജിയം വന്നാൽ ബെൽജിയം വോഫിൾസ് കഴിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് എല്ലായിടത്തും ഈ വോഫിളിന്റെ പരിപാടികളൊക്കെ. വോഫിൾസ്, ചൂറോസ്, ഹോട്ട് ഡോഗ്സ്, എന്തൊക്കെയാ കഴിക്കുന്നത്.